മഹാദേവനെ ചെറുത്തു നിൽക്കാൻ വളരെയേറെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരിക്കുന്നു. മഹാദേവന്റെ സൈന്യബലം അപാരമാണ്. യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമുക്കുള്ള സൈന്യബലം മതിയാകില്ല. അയൽ രാജ്യത്തെ സൈന്യത്തെയും നമുക്ക് ആശ്രയിക്കേണ്ടി വരും. അയൽ ദേശത്തെ ആശ്രയിക്കാനോ? നമ്മളെ അടിച്ചമർത്താൻ അവസരം കാത്തിരിക്കുന്നവരാണവർ. ഇപ്പോൾ തന്നെ സാഖി വംശജരും ഹൈഹൈറും നെല്ലൂർ ചോഴനും കൊങ്കനാട്ട് പരിശേദരും വടക്ക് ദേശ പ്രഭുക്കളുമൊക്കെ സ്വതന്ത്ര പ്രഖ്യാപനങ്ങൾ നടത്തിവരികയാണ്. അങ്ങനെയുള്ളവരെ ആശ്രയിക്കുന്നത് ബുദ്ധിമോശമാണ്. അറിയിക്കാൻ പോലും പാടില്ല. എങ്കിൽ ഓരോ പൗരനെയും ഒരു യോദ്ധാവാക്കി മാറ്റി രുദ്രസേന സജ്ജമാക്കുകയല്ലേ നല്ലത്? ബുദ്ധിപൂർവമായ തീരുമാനം രുദ്ര. തൽക്ഷണം തന്നെ രുദ്രസേനയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഈ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ മിത്രം ചാലുക്യ വീരഭദ്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആകട്ടെ, ഈ പ്രധാന ചർച്ചയ്ക്ക് ചാലുക്യ വീരഭദ്രൻ വരാത്തതെന്താ? ചാലുക്യ യുവരാജൻ ഇപ്പോൾ രുദ്രസേനയേക്കാൾ ഒരു ശില്പസുന്ദരിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ശില്പത്തിന്റെ സമീപത്തിരുന്ന് മധുരസം സേവിക്കുകയാണ്. ആ പെൺകുട്ടിയെ കണ്ടുകിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് തോന്നുന്നു. ഇത്രത്തോളം അടുത്ത സ്ഥിതിക്ക് നമുക്ക് രുദ്രദേവനെ അറിയിച്ച് വിവാഹിതരാകാം. വിവാഹമല്ലാതെ മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ലേ? ഈ പ്രായത്തിൽ അതിലും വലിയ ലക്ഷ്യം വേറെന്താണുള്ളത്? എന്റെ മനസ്സിൽ ഭാവി വരനെ കുറിച്ച് നിറയെ സ്വപ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പറയൂ. ആ സ്വപ്നമെല്ലാം സത്യമാക്കാം. അതിന് താങ്കൾക്ക് കഴിയില്ല. അതെന്താ അത്ര അസാധ്യമായത്? യുവരാജൻ താങ്കളെ ഏൽപ്പിച്ച ദൗത്യം പോലും താങ്കൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എന്റെ കാര്യമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്കൾക്കതിന് കഴിയില്ലെന്ന്. എങ്കിൽ ആദ്യം ആ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിട്ട് വരാം. അത് കഴിഞ്ഞാൽ നമ്മുടെ മംഗല്യം നടന്നിരിക്കും ആർഭാടത്തോടെ. വരുന്ന രഥസപ്തമിക്ക് തയ്യാറെടുത്തുകൊള്ളൂ. കൊള്ളത്തലവൻ ഗോനഗന്നാറെഡ്ഡി കൊള്ളയടിച്ചത് നമ്മുടെ ഖജനാവ് മാത്രമല്ല, പ്രജകളുടെ മനസ്സുമാണ്. പ്രജകൾക്ക് നമ്മുടെ പരിപാലനത്തിലുണ്ടായ ആശങ്ക ദൂരീകരിക്കണമെങ്കിൽ ഇനി മുതൽ ഒരു വരാഹൻ പോലും നമ്മുടെ അനുവാദമില്ലാതെ പ്രജകളിൽ നിന്നും പിരിക്കുന്ന സാമന്ത രാജാക്കന്മാരെ എല്ലാം ശിക്ഷാർഹരാക്കണം. മിത്രം ചാലുക്യ വീരഭദ്ര, അങ്ങ് രുദ്രസേനയ്ക്കുള്ള സൈനികരെ ത്വരിതത്തിൽ സജ്ജമാക്കും. ചാലൂക്യ വീരഭദ്രൻ അവർ സേനയുടെ ഒരുക്കങ്ങൾക്ക് പോയാൽ ആ കൊള്ളക്കാരൻ ഗോനഗന്നാറെഡ്ഡി ഞങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലും. ഇപ്പോൾ തന്നെ 12 സാമന്ത രാജാക്കന്മാരെ അവൻ ക്രൂരമായി വധിച്ചു കഴിഞ്ഞു. എപ്പോഴാണ് അവൻ വരുന്നതെന്ന പ്രാണഭയത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. ഒരു ദേശത്തിന്റെ രാജാവാണങ്ങ്. ഭീരുക്കളെ പോലെ ഇങ്ങനെ സംസാരിക്കാൻ ലജ്ജയില്ലേ? ആ കൊള്ളക്കാരൻ വന്ന് കൊല്ലുന്നത് വരെ ജപിച്ചുകൊണ്ടിരിക്കുമോ നിങ്ങൾ? എല്ലാ രാജാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് കരിമല വനം മുഴുവൻ വളയണം. ചെല്ലും, അന്വേഷിക്കൂ, ബന്ദിയാക്കൂ. ആ ഗോനഗന്നാറെഡ്ഡിയുടെ അന്ത്യം കാണണം. ഒന്നുകിൽ വൈകുണ്ഠം, അല്ലെങ്കിൽ തീക്കുണ്ഠം. അനുജ, സത്യത്തിൽ ഞങ്ങളെക്കാൾ കുറ്റം ചെയ്യുന്നത് സാമന്ത രാജാക്കന്മാരാ. വിരലിനനുസരിച്ചുള്ള വീതം, തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ. അനുജ, ഇവനിത് ആവശ്യമാണ്. ഞാൻ പോയി എല്ലാരോടും പറയട്ടെ. മരുമകളെ ഉപദേശിച്ച് അമ്മായിയമ്മ എവന്റെയോ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. ആണോ? ഞാനൊരു പാപവും ചെയ്തിട്ടില്ല. ചെയ്ത പാപങ്ങൾ കൗബീനത്തിൽ വെച്ച് കാശിക്ക് പോയി ഹരഹര എന്ന് പറഞ്ഞു പോലും. ആരാ അത്? എന്നോട് ചോദിച്ചാൽ സ്വത്ത് മുഴുവൻ ഒറ്റയ്ക്ക് തിന്നുകയാണോ? എന്റെ സ്വത്ത് എന്റെ ഇഷ്ടം. കരം പിരിച്ചത് കുറച്ചൊന്നുമല്ല. എന്റെ കരം എന്റെ ഇഷ്ടം. ഞാൻ 4 കണക്ക് പറഞ്ഞു തരാം. 1, പാവം പ്രജകളെ പീഡിപ്പിച്ചു. 2, ചെറിയ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു. 4, എന്റെ കണക്ക് എന്റെ ഇഷ്ടം. ഇങ്ങോട്ട് ചോദിക്കരുത്. വലയിലായി ഗന്നാറെഡ്ഡി, ഇനി നിന്റെ നാളുകൾ തടവറയിലാണ്. എന്റെ ചെയ്തികൾ കണ്ട് അമ്പരക്കാനല്ലാതെ എന്നെ തോൽപ്പിക്കാൻ ആരും ജനിച്ചിട്ടില്ല. ഇതുവരെ ജനിച്ചിട്ടില്ല. പത്മവ്യൂഹത്തിൽ അകപ്പെടാൻ ഞാൻ അഭിമന്യുവല്ല.
വ്യൂഹങ്ങൾക്കെല്ലാം കർത്താവായ ശ്രീകൃഷ്ണനെ പോലെയാണ് ഞാൻ. മരണം വേണോ? എന്റെ അനുയായിയാകുന്നോ? ഗോനഗന്നാറെഡ്ഡി തന്റെ പടബലം വർദ്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമദിക്കിലെ കോടഗിരി ദേശം, ദക്ഷിണ ദിക്കിലെ മുത്തുക്കൂർ നായ്ക്കർ ദേശം, ഉത്തര ദിക്കിലെ നഗരൂർ കാച്ചിമ നായ്ക്കർ ദേശം തുടങ്ങി കിഴക്ക് ദിക്കിലെ കലിംഗ് ദേശം വരെ തന്റെ വിജയാധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്നു. ാക്കാൻ ചാലൂക്യ വീരഭദ്രനും അശ്രാന്തം പ്രയത്നിച്ചു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ലക്ഷ്യത്തിലെത്താൻ രാപ്പകലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദനിക കോട്ടയുടെ രഹസ്യങ്ങൾ ഓരോന്നായി ചോർത്തി ദേവഗിരിയിലേക്ക് അറിയിച്ചുകൊണ്ടിരുന്നു. ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം 7 കോട്ട ചുമരുകളും പൂർത്തിയാക്കപ്പെട്ടു. എന്നാൽ ഒരു ഉറുമ്പിന് പോലും കടക്കാൻ കഴിയാത്ത ആ കോട്ടയ്ക്കുള്ളിൽ നിന്നും അവിടുത്തെ രഹസ്യങ്ങൾ മാത്രം യഥാസമയം ദേവഗിരിയിലേക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. കാകതീയ സൈന്യത്തിന്റെ യഥാർത്ഥ അംഗസംഖ്യ ഇതാണല്ലേ? ഇത്രയും കാലം തെറ്റായ കണക്കുകൾ കാട്ടി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ആ ശിവദേവൻ. മഹാദേവന് ഈ ഒരു മർമ്മം മതി, ആ 7 കോട്ട ചുമരുകൾ തകർത്തെറിയാൻ. രുദ്രദേവ, ഒറ്റക്കൽ കോട്ടയും എനിക്കാണ്, നിന്റെ കിരീടവും എനിക്കാണ്. നാം പറഞ്ഞ വാക്കനുസരിച്ച് ഇവിടെ എത്തി. എന്നിട്ട് അവളെവിടെ? രഥസപ്തമി കഴിഞ്ഞിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി. അന്ന് അവൾ വന്നപ്പോഴും ഇതേ ശബ്ദമാണല്ലോ നീ ഉണ്ടാക്കിയത്. മിത്രമേ, എന്തിനാണ് തനിച്ച് ഇവിടേക്ക് വന്നത്? അംഗരക്ഷകർ എവിടെ? നീ പ്രണയം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തനായെന്ന് ചിലർ സൂചിപ്പിച്ചു. അത് യാഥാർത്ഥ്യമാണോ എന്നറിയാൻ നേരിട്ട് വന്നതാണ്. നിനക്കെന്താ മിത്രമേ, കോമളാമ്പയുമായി സുഖദാമ്പത്യം നടത്തുകയല്ലേ? ഞാനിവിടെ ഒറ്റാനെ പോലെ തുണയില്ലാതെ നടക്കുന്നു. ഏതായാലും കൃത്യസമയത്താണ് എത്തിയത്. എന്റെ പ്രണയിനി വരും. അവളോട് സംസാരിച്ച് നീ മംഗലത്തിന് സമ്മതിപ്പിക്കണം. അങ്ങനെയെങ്കിൽ നീ ഒരു മത്സരത്തിൽ ജയിക്കണം. എന്റെ മിത്രം പ്രണയത്തിൽ മുഴുകി വാൾപയറ്റ് മറന്നുപോയിട്ടില്ലെന്ന് തെളിയിക്കണം. പരാജയപ്പെടുന്നവർ ജയിക്കുന്നവരെ അനുസരിക്കണം. എങ്കിൽ നിന്നെ പരാജയപ്പെടുത്തി എന്റെ പ്രണയിനിയെ സ്വന്തമാക്കി. രുദ്രദേവ, ഒരു നിമിഷം കോമളാമ്പയെ നോക്കൂ. ഈ ദീക്ഷ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ജ്യേഷ്ഠത്തിയുടെ ജീവന് തന്നെ അപകടമാണെന്ന് വൈദ്യർ പറഞ്ഞു. കവചത്തിന് വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നു. അല്പനേരം ഒന്ന് അഴിച്ചു വെക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? അയ്യോ, ചെടികൾക്ക് പോലും കണ്ണുകളുണ്ടാകും. അഴിച്ചാൽ ഇതുവരെ സൂക്ഷിച്ച ജന്മരഹസ്യം പുറത്തറിയില്ലേ? അതായത് ആ രഹസ്യം നീ അറിഞ്ഞില്ലേ? എങ്ങനെ? എപ്പോഴാണ് അറിഞ്ഞത്? നിശ്ചയം നടന്ന ദിവസം. ഞാൻ സ്ത്രീയല്ലേ? മറ്റൊരു സ്ത്രീയുടെ സ്പർശം എനിക്കറിയില്ലേ? വിവാഹത്തിന് മുൻപേ അറിഞ്ഞെന്നോ? അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ
എന്തുകൊണ്ട് നമ്മുടെ മുന്നിൽ തലകുനിച്ചു നിന്നു? അവിടുന്ന് തലയുയർത്തി നിൽക്കാൻ ഞാൻ സ്വയം സ്വീകരിച്ചൊരു തീരുമാനമാണിത്. എനിക്കെന്തോ ഇത് ത്യാഗമാണെന്ന് തോന്നുന്നില്ല. ത്യാഗം ചെയ്തത് താങ്കളാണ്. അങ്ങ് ചുമക്കുന്നത് കേവലം കവചത്തിന്റെ ഭാരം മാത്രമല്ല, രാജ്യഭാരവുമാണ്. സംരക്ഷിച്ചത് സ്വന്തം ജീവനല്ല, കോടിക്കണക്കിന് പ്രജകളുടെ ജീവനാണ്. എത്ര നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. നിന്റെ നല്ല മനസ്സിനെ നാം പ്രണമിക്കുന്നു. ഈ നിമിഷം മുതൽ നിന്നെ നമ്മുടെ പുത്രിയായി സ്വീകരിച്ചിരിക്കുന്നു. നിന്റെ ജീവിതം വ്യർത്ഥമാകാതിരിക്കാൻ നാം നിന്റെ മംഗല്യം നടത്തും. ചാലുക്യ വീരഭദ്രന്റെ സഹോദരൻ നിനക്ക് യോജിച്ചവനാണ്. എന്റെ വിവാഹം ശരി, അപ്പോ ചാലുക്യ വീരഭദ്രനുമായിട്ടുള്ള താങ്കളുടെ വിവാഹമോ?